ഹായ്, വെൽക്കം ടു നീഡിൽ ആൻഡ് ബ്ലോസം. അപ്പോൾ നമുക്കിന്ന് കച്ച് വർക്ക് ഡിസൈൻ വെച്ചിട്ട് എങ്ങനെയാണ് ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഫ്ലവർ സ്റ്റിച്ച് ചെയ്യാന്നുള്ളത് നോക്കാം. അപ്പം നമുക്കിതാ ഫസ്റ്റ് നമ്മൾ സൂചി താഴേന്ന് കുത്തിയെടുത്തു. എന്നിട്ടിതാ ഇതിൽ കാണിച്ച പോലെ നിങ്ങൾ കറക്റ്റ് നോക്കിയിട്ട് ഇതിൽ ചെയ്ത ഇതേ മെത്തേഡ് നിങ്ങൾ ഫോളോ ചെയ്ത് നിങ്ങൾ സ്റ്റിച്ച് ചെയ്യുക. ഈ വീഡിയോ ഒരു 1-2 പ്രാവശ്യം കണ്ടു നോക്കിയാൽ കറക്റ്റായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഇത് വളരെ ടഫായിട്ടുള്ള എന്നാൽ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു എംബ്രോയ്ഡറി വർക്കാണ് കച്ച് വർക്ക്. അപ്പോൾ ദാ ഇതിൽ ഞാൻ ചെയ്യുന്ന ഇതേ രീതി നിങ്ങൾ കറക്റ്റ് ഫോളോ ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്ത് നോക്കുക. ഒരു മെത്തേഡ് പോലും തെറ്റിക്കാതെ ഇതിൽ കാണിക്കുന്ന ഇതേ രീതിയിൽ നിങ്ങൾ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണെങ്കിൽ നിങ്ങൾക്കിതാ ഇതുപോലെ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു നല്ല കച്ച് വർക്ക് ഫ്ലവർ നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ പറ്റും. കച്ച് വർക്ക് ചെയ്യാൻ നമുക്ക് അത്യാവശ്യം പഠിച്ചെടുക്കാൻ നല്ല ബുദ്ധിമുട്ടുള്ളൊരു വർക്കാണ്. പക്ഷെ നിങ്ങൾ ഈ വീഡിയോ നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ദാ നമ്മൾ ഇതിൻ്റെ ഒരു ഘട്ടം നമ്മൾ ഇങ്ങനെ പൂർത്തിയാക്കി കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് ഘട്ടത്തിലേക്ക് പോവുക. ദാ ഇതുപോലെ നിങ്ങൾ കറക്റ്റ് ശ്രദ്ധിക്കണേ. ഈ ഒരു ഫ്ലവർ ചെയ്യുന്നത് നമ്മളിങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി തരുന്നതിനേക്കാളും നല്ലത് നമ്മളെപ്പോഴും വീഡിയോസ് റെഫർ ചെയ്തിട്ട് നമ്മൾ ചെയ്യുന്നതായിരിക്കും. കാരണം വീഡിയോ റെഫർ ചെയ്യുന്നതിനേക്കാളും കൂടുതൽ നമ്മൾ പറയുമ്പോൾ അത് കൂടുതൽ കൺഫ്യൂഷൻ ആവാനേ സാധിക്കുള്ളൂ. അപ്പോൾ നിങ്ങൾ വീഡിയോസ് ഒന്ന് സ്ലോ ആക്കിയിട്ട് കാണുകയാണെങ്കിൽ കുറച്ചും കൂടി ക്ലിയറായി കിട്ടും. അതല്ല ഇതുപോലെ തന്നെ ശ്രദ്ധിച്ച് കുറച്ചൊക്കെ അറിയാമെന്നുള്ളവർക്ക് ഈ വീഡിയോസ് കണ്ടാൽ തന്നെ ചെയ്യാനും പറ്റും. ഇതിൽ നമ്മൾ ചെയ്യുന്ന ഒരു ത്രെഡ് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയാൽ നമ്മൾ ഈ ചെയ്തെടുക്കുന്നത് മുഴുവൻ നമുക്ക് തെറ്റിപ്പോവും. കറക്റ്റായി വന്നാൽ നല്ല അടിപൊളിയായിട്ടുള്ള ഫ്ലവേഴ്സും നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ദാ നിങ്ങൾ കറക്റ്റായിട്ട് നോക്കുക. നല്ല രീതിയിൽ ചെയ്തെടുക്കാൻ പറ്റും. കുറച്ച് ക്ഷമയോടുകൂടി പഠിച്ചെടുക്കേണ്ട ഒരു എംബ്രോയ്ഡറി ഡിസൈനാണ് കച്ച് വർക്ക്. നമ്മളൊക്കെ പഠിക്കുന്ന സമയത്ത് നമുക്കിതിനെക്കുറിച്ച് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. പിന്നെ ഒരുപാട് വീഡിയോസൊക്കെ റെഫർ ചെയ്ത് നമ്മൾ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങിയ സമയത്ത് അങ്ങനെ ഒരുപാട് വീഡിയോസൊക്കെ കണ്ടാണ് നമ്മളും ഇതൊക്കെ പഠിച്ചെടുത്തത്. അപ്പോൾ നിങ്ങളിതാ വീഡിയോസ് കറക്റ്റ് കാണുക. നമ്മളിതിൽ എങ്ങനെയാണോ ചെയ്യണത് അതേ മെത്തേഡ് നിങ്ങൾ ഫോളോ ചെയ്തിട്ട് നിങ്ങൾ ഈ ഡിസൈൻ ഒന്ന് ചെയ്ത് നോക്കണം. പക്ഷെ പഠിച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്കിത് ഈസി ആയിട്ട് ചെയ്യാനും പറ്റും. പക്ഷേ ശ്രദ്ധ ഇമ്പോർട്ടൻ്റ് ആണ്. ശ്രദ്ധ വിട്ട് കഴിഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും ത്രെഡ് അതിൻ്റെതായ
രീതിയിലല്ല കോർത്തെടുക്കണത് എന്നുണ്ടെങ്കിൽ പിന്നെ മൊത്തത്തിൽ നമ്മൾ അയച്ച് പണിയേണ്ടി വരും. നല്ല ശ്രദ്ധയോടുകൂടി ചെയ്യുകയാണെങ്കിൽ നല്ല ഇൻട്രസ്റ്റിംഗ് ആയതും എന്നാൽ നല്ല ഭംഗിയുള്ളതുമായൊരു വർക്കാണ്. അപ്പോൾ ദാ ഓൾമോസ്റ്റ് നമ്മളിവിടെ നമ്മളെ ഫ്ലവർ ഫിനിഷ് ആവാനായിട്ടുണ്ട്. അപ്പോൾ ദാ നമ്മുടെ ഫ്ലവർ കംപ്ലീറ്റ് ചെയ്യാൻ പോവുകയാണ്. ഇനി കുറച്ച് കാര്യങ്ങളും കൂടെ ചെയ്തെടുത്താൽ നമ്മുടെ ഫ്ലവർ കംപ്ലീറ്റ് ആയി. അപ്പോൾ ദാ നമ്മളിവിടെ നമ്മുടെ കച്ച് വർക്ക് ഫ്ലവർ കംപ്ലീറ്റ് ആയിട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിൽ കുറച്ച് കാര്യങ്ങളും കൂടി ചെയ്യണം. അപ്പോൾ ദാ ഇതുപോലെ ഫ്ലവറിൻ്റെ ആ താഴെ ഭാഗം ഇതിൽ കാണുന്ന പോലെ ഇതാ ഇങ്ങനെ ഒന്ന് ഫിനിഷിങ് കൂടെ ചെയ്ത് കൊടുത്താൽ നമ്മുടെ കച്ച് വർക്ക് ഫ്ലവർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എംബ്രോയ്ഡറിയിൽ താല്പര്യമുള്ള എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഈ ഫ്ലവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.